അപ്പം ഗ്രാമപഞ്ചായത്ത് വോട്ടെടുപ്പ് 3 ബാലറ്റ് പെട്ടികളാണ് ഉള്ളത്. അപ്പോൾ നേരത്തെ നമുക്ക് ബാലറ്റ് പേപ്പർ ആയിരുന്നു, ഇപ്പോൾ അത് മെഷീനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ആളുകളുടെ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും, അവരുടെ ചിഹ്നം ഉണ്ടാവും, അതിന് നേരെ ബട്ടണുകളുണ്ടാവും. നമുക്ക് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അതിലൊരു ബട്ടൺ അമർത്താം. പിന്നെ ബ്ലോക്കാണ്, ബ്ലോക്കിലും നമുക്ക് അങ്ങനെ കാൻഡിഡേറ്റ്സിൻ്റെ പേരുണ്ടാവും, അതിൻ്റെ കൂടെ അവരുടെ ചിഹ്നങ്ങളും ബട്ടണുകളും ഉണ്ടാവും, അത് അമർത്തുക. പിന്നെ ഇത് ജില്ലാ പഞ്ചായത്താണ്, ജില്ലാ പഞ്ചായത്തിലും ആളുകളുടെ പേരും ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 3 വോട്ടും ചെയ്യാം. 3 വോട്ടും ചെയ്ത് കഴിയും. ഓരോ വോട്ടിൽ ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ചെറിയൊരു ബീപ്പ് സൗണ്ടാണ്, ഇതിലും ചെറുതാണ്. പക്ഷെ മൂന്നാമത്തെ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലോങ് ബീപ്പ് സൗണ്ടാണ്, അത് നമ്മുടെ വോട്ട് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ഇതിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്കും വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അയാളുടെ അടയാളത്തിൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കിൽ ഒരു എൻഡ് താഴെയായിട്ട് ഒരു റെഡ് കളറിലൊരു എൻഡ് ബട്ടൺ ഉണ്ട്. ആ റെഡ് എൻഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് വോട്ടിംഗ് പൂർത്തിയാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വോട്ടിംഗ് കൗണ്ട് ആവില്ല. അപ്പോൾ എപ്പോഴും 3 ചെയ്യുന്ന 3 പേർക്കും ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം 2 ആൾക്ക് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എൻഡ് ബട്ടണും കൂടി അമർത്തണം. അതാണ് ഇപ്പോൾ ഉള്ള ബാലറ്റ് ബോക്സിന്റെ വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം കഴിയുന്നത് തന്നെയാണ്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്.